ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ മാധവ്. നിങ്ങൾ കാണുന്ന അപ്പുട്ടൻ സ്ലോഗ് എന്ന് പറയുന്ന ചാനലാണ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഗെയിമായിട്ടാണ്. ഇത് സാധാരണ ഗെയിമല്ല, ഓജോ ബോർഡാണ്. നിങ്ങൾക്കറിയാം ഓജോ ബോർഡ് എന്തിനാണ് കളിക്കുന്നത്, എങ്ങനെയാണ് കളിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. സോ ഞങ്ങൾ 4 പേരുണ്ട്. എൻ്റെ 2 അനിയന്മാരും ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ഗെയിം കൊടുത്തു. ഇൻസ്ട്രക്ഷൻസ് ആണ്, അതൊന്നും പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ മൈക്കിൻ്റെ ആക്സസ്, ഇത് നമ്മൾ ഓജോ ബോർഡ് ഞങ്ങൾ അത് മേടിക്കാനൊന്നും പറ്റത്തില്ല. ബിക്കോസ് അതിനുള്ള കാശ് നമുക്ക് കിട്ടൂല. പിന്നെ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനും കിട്ടൂല. അതുകൊണ്ടാണ് ഞങ്ങൾ മൊബൈലിൽ ആപ്പ് വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചത്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് വിശ്വാസത്തോടെ കളിക്കാനും പറ്റത്തില്ല. സോ എന്നാന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് ഫേക്ക് ആണ്, അല്ലെങ്കിൽ ഇത് റിയൽ അല്ല എന്നറിയാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒറിജിനൽ ഓജോ ബോർഡ് പോലത്തെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം, വാട്ട്സ് യുവർ നെയിം എന്നായിരിക്കണം നമ്മൾ സെർച്ച് ചെയ്യുന്നത്. പേരെന്താണെന്ന് അറിയാതെ നമ്മൾ കളിച്ചിട്ട് കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പേരെന്താണെന്ന് ചോദിച്ചു. അപ്പം ഇതിൽ നിന്ന് കൈ എടുക്കാൻ പറ്റത്തില്ല. ഈ ആപ്പിൽ നിന്ന് ആ ഒരു കോയിൻ വെച്ചേക്കുന്ന സാധനത്തിൽ നിന്ന് കൈ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇതിൽ കൈ വെച്ച് വേണം അത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യണം. പിന്നെ ഈ ഫോൺ ആയതുകൊണ്ട് തന്നെ കൈ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വിരൽ ചൂടാവും. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ LORE ലോററ്റ്. ഈ ഞാൻ ഓൾറെഡി കളിച്ചിട്ട് വീഡിയോയ്ക്കകത്തുനിന്ന് വോയിസ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. സോ എനിക്കത് അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോയി. ഞാൻ അപ്പോൾ വോയിസ് തന്നെ എടുക്കാത്തതെന്ന് വെച്ചാൽ ലോററ്റ അതായിരുന്നു. ലോററ്റ എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾക്കിത് എക്സൈറ്റഡ് ആവാം, എക്സൈറ്റഡ് അല്ലാതിരിക്കാം. ലോററ്റ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്ന് നമുക്കറിയാം. സോ ജസ്റ്റ് നമ്മളൊരു ആപ്പിൻ്റെ ഒരു ക്വാളിറ്റി നോക്കാൻ വേണ്ടി നമ്മൾ കളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം ലോററ്റ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. സോ ചേച്ചി എനിക്ക് പേടിയാവണം. സോ സംവേർ എന്നായിരിക്കണം. സംവേർ എന്നായിരിക്കും. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഗെയിമിംഗ് വീഡിയോ ആയിരുന്നു. അടുത്ത വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സംവേർ എന്നാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് നമ്മൾ ചോദിക്കുന്നൊന്നുമില്ല. ഈ വീഡിയോ കൂടുതൽ ഷോർട്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് അതിൽ ഇത്ര താല്പര്യം കാണത്തില്ല. എന്നാലും നമ്മളൊരു ചെറിയ വീഡിയോ എടുത്തിട്ടെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം. ഫ്രം സംവേർ സ്കേറി നിങ്ങൾക്കിവിടെ കാണാം. സംവേർ സ്കേറി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. വൈ ഡിഡ് യു കം ഹിയർ? എന്തിനിവിടെ വന്നു? പിന്നെ അതും ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിരിക്കണം. നമ്മൾ ഈ അടികപ്പ്യാരെ കൂട്ടമണിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ ഒരു സീൻ കണ്ട് നമുക്കും തലയ്ക്ക് വട്ട് പിടിച്ച് രാത്രി 12 മണിയാകുമ്പം കാൻഡിലും കത്തിച്ച് വെച്ച് നമ്മളത് കളിക്കുമ്പോൾ ഇതെങ്ങാനും ശരിക്കും വന്നാലുള്ള അവസ്ഥയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി ഇതെങ്ങാനും ശരിക്കും വന്ന് നമ്മളെ ഇത് വല്ലതും ചെയ്യൂ. ഇപ്പം രോമാഞ്ചം അതിനകത്ത് തന്നെ ഇപ്പം വന്നത് തന്നെ അതൊരു ഫണ്ണാക്കി എടുത്ത് അവസാനം അത് സീരിയസ് ആയി മാറിയ ഒരു സിനിമയാണ്. മസ്റ്റ് എസ്കേപ്പ് ആയിരിക്കണം. സോ നമ്മളിത് ഇത് പിന്നെ നമുക്കറിയാം ഇതൊരു ഫേക്ക് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിങ്ങനെ കളിക്കാറുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഓജോ ബോർഡ് കളിക്കുന്നത്. നമ്മൾ പണ്ട് സ്കൂളിൽ ചാർലി മറ്റേ ഒരു ഗെയിം കളിക്കുമായിരുന്നു. പിന്നെ പെൻസിൽ വെച്ച് കളിക്കുമായിരുന്നു. ഓക്കെ, മസ്റ്റ് എസ്കേപ്പ് എന്നായിരിക്കണം. വിൽ യു ഗോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്നാ വരുന്നതെന്ന് നോക്കാം. വിൽ യു ഗോ എന്നാണ് ചോദിക്കുന്നത്. നോ. വിൽ യു ഗോ? നോ. അപ്പോൾ ഇവിടം വിട്ടു പോകത്തില്ല, നമ്മളെ കൊണ്ടേ പോകും. അപ്പോൾ നമുക്ക് ഇതിപ്പം എന്താ വരുന്നതെന്ന് നോക്കാം. നോ.
അപ്പോൾ അതും നോയാണ്. ലോററ്റ. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വ്യൂസ് എല്ലാം ഇപ്പോൾ കുറവാണ്. സോ ജസ്റ്റ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. യെസ്. അപ്പോൾ ആരെയോ അറിയാം. ചേച്ചി എന്റെ കൂടെ ഉണ്ടോ? ആസ്ക് എ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു വോണ്ട്? എന്താണ് വേണ്ടത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? A N Y T H I എനിക്ക് പേടിയാവുന്നേ. N G. എനിത്തിങ്. എന്താണെങ്കിലും എനിത്തിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തെങ്കിലും കിട്ടിയാൽ പൊക്കോളും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം എന്താ കൊടുക്കുക? ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക. ഇതിങ്ങനെ പച്ചയ്ക്ക് കണ്ടാൽ നിങ്ങൾ തന്നെ തെറി വിളിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഡു യു വോണ്ട് മണി? മണി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം മനുഷ്യന്മാർക്കാണെങ്കിൽ, പ്രേതങ്ങൾക്കാണെങ്കിൽ, മൃഗങ്ങൾക്ക് വരെ ഇപ്പോൾ പൈസയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സോ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. അപ്പോൾ യെസ് പറഞ്ഞു. കണ്ടോ, പ്രേതങ്ങൾക്ക് വരെ ഇപ്പോൾ പൈസ വേണം, ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. അപ്പോൾ പൈസ വേണമെന്ന് പറഞ്ഞു. നോ 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 വേ. നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങൾക്ക് വോയിസ് കേൾക്കത്തില്ലെങ്കിൽ മുകളിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ബായ് പറഞ്ഞു. ഈ ബായ് പറഞ്ഞാൽ ഇത് പോകുമെന്ന് വിചാരിച്ചാണ് ബായ് പറഞ്ഞത്. ബായ് പറഞ്ഞിട്ട് ഇത് പോകുന്നില്ല. ഇതിപ്പം സ്റ്റേ ഹിയർ എന്ന് പറയുക. ഞാൻ ബായ് പറഞ്ഞിട്ട് ഇത് ബായ് പറയുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ബായ് പറഞ്ഞിട്ടും ബായ് കേൾക്കാത്തൊരു പ്രേതം. അപ്പോൾ സ്റ്റേ ഹിയർ എന്നാണ് പറയാൻ പോകുന്നത്. അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. ഇത് 31-ാം തീയതി വരും. അപ്പോൾ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ. ഇത് സ്റ്റേ ഹിയർ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ.